മലപ്പുറത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി എം അബ്ദുൽ സലാം നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് അവസാനത്തെ ദിവസത്തെ പ്രചാരണമൊക്കെ? ഇപ്പോൾ ഹാപ്പി ഫേസാണ്. സാഡ് ഫേസ് തുടങ്ങി ഇമ്പ്രൂവ് ചെയ്ത് ഹാപ്പി ഫേസ്. എന്തുകൊണ്ട് ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നമ്പർ കൂടി. അത് തന്നെ വലിയ ഹാപ്പി. ചുമ്മാ കൂടിയല്ല, 4 ഇരട്ടി കൂടി. അത് തന്നെ ഒരു ഹാപ്പി ഫേസ്. ഇനിയും കയറും. 22% എത്തിയെന്ന് പറഞ്ഞത് കയറി 25 കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ 30 ചിലപ്പോൾ എത്തിക്കും. വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ അങ്ങനത്തെ പ്രതീക്ഷ എന്ന് പറയാൻ ജയിച്ച് കയറിക്കളയുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ഇടിച്ച് കയറും ഞങ്ങളിവിടെ ഉണ്ടെന്നൊരു തോന്നൽ. പെട്ടെന്ന് ഇടിച്ചങ്ങ് പഴയതുപോലെ അങ്ങ് ഓടാൻ പറ്റൂല. ഇടയ്ക്ക് കാല് ഇടാൻ ആശാമാരുണ്ടെന്നൊരു തോന്നൽ അത്രയൊക്കെ ഉണ്ടാക്കും. ഈ 30% വോട്ട് പിടിക്കുന്ന പറയുമ്പോൾ വലിയൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് ആണല്ലോ. ആരുടെ വോട്ടുകളായിരിക്കും BJPക്ക് അനുകൂലമാകാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, മലപ്പുറത്ത് 14.8, അതിൽ 10 ലക്ഷം മുസ്ലിങ്ങൾ, പകുതിയിലധികം ഉമ്മമാർ മോഡിജിക്ക് വോട്ട് ചെയ്യാതിരിക്കുമോ? എങ്ങനെ വോട്ട് ചെയ്യാൻ മരിക്കാൻ പറ്റും? മലപ്പുറത്തിൻ്റെ എന്താ പറയുക, സക്സസ് ഫാക്ടേഴ്സിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എം. വാട്ട് ഈസ് ദ ഫസ്റ്റ് എം? ദാറ്റ്സ് എ മോഡി എം. മോഡി ഫാക്ടർ കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്റ്റ്, എല്ലാ വീട്ടിലും കിട്ടുള്ള മോഡി ബെനിഫിറ്റ്, ദാറ്റ് ഈസ് ഹ്യൂജ്. ദാറ്റ്സ് നമ്പർ 1. സെക്കൻഡ് വൺ ഈസ് ദിസ് മം ഫാക്ടർ, ദ മുത്തലാഖ് ഫാക്ടർ. 5 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. ഇവർക്ക് എങ്ങനെ കണ്ണടച്ചിട്ട് അവർക്ക് അവരുടെ പെൺമക്കൾക്കും ഒക്കെ സുഖമല്ലേ? സുഖമെന്ന് പറയാൻ എങ്ങനെ? സേഫ് അല്ലേ? നല്ല കോൺഫിഡൻസ് അല്ലേ? മോഡിജിയെ മറക്കാൻ പറ്റുമോ? അത് മാത്രം മോഡിജി കൊണ്ടുവന്ന ഇനി കൊണ്ടുവരാൻ പോകുന്ന മം സെൻട്രിക് ഡെവലപ്മെൻറ്റ്, അമ്മ വിളക്കിലൂന്നിയ പുതിയ രാഷ്ട്രം, അമ്മമാരിൽ കൂടെ അമ്മ വിളക്കിൻ്റെ പ്രഭ കൂട്ടിയിട്ട് അമ്മയെ ശാക്തീകരിച്ച് അമ്മയ്ക്ക് ചുറ്റും കറങ്ങുന്ന നക്ഷത്രങ്ങളെ ഉണ്ടാക്കി മക്കളെ അതിൽ കൂടെ അവരെ ഡെവലപ്പ് ചെയ്ത് നാഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഫിലോസഫി, അതിൻ്റെ ഭാഗമായി സീരീസ് ഓഫ് പ്രോഗ്രാംസ് ആർ കമ്മിങ്, ഓൾ സെൻറ്റേഡ് അറൗണ്ട് അമ്മ. അതുകൊണ്ട് അമ്മമാർ വെറുതെ വിടും. ഈ മോദിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തേക്ക്, വിദ്വേഷ പരാമർശങ്ങളൊക്കെ, അതൊക്കെ മലപ്പുറം പോലുള്ളൊരു മണ്ഡലത്തിൽ വലിയ തിരിച്ചടിയാവില്ലേ? ഞാൻ പറയില്ല, എക്കാലവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് അതിനെ ഇങ്ങനെ ഇട്ട് സാധാരണ പറയില്ലേ പതപ്പിക്കാൻ അവിടെ രാഷ്ട്രീയക്കാരുണ്ട്, അവർ ചെയ്യും. പറഞ്ഞതിലൊരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. കാര്യം അദ്ദേഹം പറഞ്ഞു തന്നെ മുസ്ലിങ്ങൾക്ക് എതിരല്ല പറഞ്ഞത്. അദ്ദേഹം അറ്റാക്ക് ചെയ്ത് ആരെ? കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്തത്. കോൺഗ്രസ് ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ വെച്ച് കോൺഗ്രസിന് അഗൻസ്റ്റായിട്ട് പറയുമ്പം അവർ പണ്ട് വർഷങ്ങളായി ദശാബ്ദമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അതെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇവർ ഒരു മൈനോറിറ്റി വോട്ട് ബാങ്കിനെ ലൂറിങ് എന്നാണ് പറയുന്നത്. എന്താണ് ലൂറിങ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലൂറിങ്, ഗിവിങ് റൈറ്റ് കൊടുക്കുന്നതുകൊണ്ട്, നർച്ചറിങ് ഉണ്ട്, ലൂറിങ് ഉണ്ട്. ലൂറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമാണ്. പബ്ലിക് ഫണ്ട് എടുത്തിട്ട് ഇവർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യും? വോട്ട് വാങ്ങിയിട്ട് അത് വെച്ച് അവർ ഭരിക്കും, ദുർഭരണം നടത്തുകയും ചെയ്യും. അതിനെയാണ് മോഡി അറ്റാക്ക് ചെയ്തത്. അത് കിട്ടുന്നത് ഇവർക്ക് സംശയകരമായി മൈനോറിറ്റീസിനാണ് എന്ന് തോന്നി, അത് മൈനോറിറ്റി മുസ്ലിമാണെന്ന് തോന്നി പറയുന്നു. എഗൻസ്റ്റ് മുസ്ലിം, നോട്ട് എഗൻസ്റ്റ് മുസ്ലിം. ഇന്ന് പേരെടുത്ത് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർ എന്നൊക്കെ വിശേഷിപ്പിച്ചു. നുഴഞ്ഞുകയറ്റക്കാർ വേറെയാണ്, ഞാൻ പറഞ്ഞുതരാം. അവിടെ നിങ്ങൾ ഈ കാണാതെ എന്തും പറയരുത്. എന്താണ് നുഴഞ്ഞുകയറ്റക്കാർ? ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറയാൻ എന്താണ്? അൺലാഫുൾ എൻട്രി ചെയ്തവർ അല്ലേ? അത് എവിടെയുള്ളത്? നോർത്ത് ഈസ്റ്റിൽ. എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ഒന്ന് ബംഗ്ലാദേശിൽ നിന്ന്, പിന്നെ വരുന്നത് മ്യാൻമാറിൽ നിന്ന്. ഇവിടെ നിന്ന് കയറി എത്രയില്ല കോടിക്കണക്കിന് ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ജോലി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഐദർ ടെററിസം ഓർ ഡ്രഗ് ഓർ അൺലോഫുൾ ആക്ടിവിറ്റീസ്. ഇത് ചെയ്ത് നമ്മുടെ രാഷ്ട്രം നശിപ്പിക്കുകയല്ലേ. പിന്നെ നിങ്ങൾ കൂട്ടി വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസത്തിന് മുമ്പ് ഇന്ത്യയുടെ ജനസംഖ്യ 145 കോടി, 1.45 ബില്യൺ. Now Modi is the richest father, the prolific father, the proudest father with a large number of children. അദ്ദേഹത്തിൻ്റെ ജോലി എന്നതാ? ഈ 145 കോടിയും ഭംഗിയായി വളർത്തണം. അപ്പുറത്ത് ഇപ്പുറത്തിന് 5 കോടിയുടെ കയറി 150 അദ്ദേഹം എന്ത് ചെയ്യും? മക്കൾ വീണ്ടും പട്ടിണിയാവില്ലേ? അതിന് ഉത്തരവാദിത്തോടുകൂടി ചെയ്യുന്ന ആ ഒരു ആക്ഷൻ നിങ്ങൾ അങ്ങനെ കാണണോ? ഇൻഫിൽട്രേറ്റർ എന്ന് പറഞ്ഞത് മുസ്ലിമിനാണെന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഐ എം വെരി സോറി. മോഡി ഈസ് എ റെസ്പോൺസിബിൾ ഫാദർ, ഈസ് എ റെസ്പോൺസിബിൾ ഗാർഡിയൻ. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇത്രയും നല്ല ഒരു ലീഡറെ കിട്ടിയപ്പം ഈ ജനം അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്ത് ന്യൂ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് കോപ്പറേറ്റ് ചെയ്യുകയാണ് ഉത്തരവാദിത്വമുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള, സെൻസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ ചെയ്യേണ്ടത്. ഈ മലപ്പുറത്ത് ആദ്യം വോട്ട് ചോദിക്കാൻ പോയപ്പോൾ പലപ്പോഴും തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഒരു ഒറ്റപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. അത് അന്നുണ്ടായ എനിക്ക് കൗണ്ട് ചെയ്താൽ മേ ബി ഒരു 5 ഒക്കേഷൻ, ഇൻക്ലൂഡിങ് മാദിൻ ഒക്കേഷൻ. നിങ്ങൾ 14.8 ലക്ഷം വോട്ടേഴ്സിൻ്റെ അടങ്ങുമ്പോൾ 5 പേരങ്ങനെ കാണിച്ചത് അന്ന് വേദന തോന്നി. അന്ന് പറഞ്ഞതിനപ്പുറം പിന്നീട് എനിക്കത് ഉണ്ടായിട്ടില്ല. മലപ്പുറം ബേസിക്കലി അങ്ങനെ അല്ല.
മലപ്പുറം ഹ്യൂമൻലി ആണ്, ലവിങ് ആണെന്നുള്ളത് അവർ തെളിയിക്കുകയല്ലേ. അപ്പോൾ എൻ ഡി എക്ക് അനുകൂലമായി മലപ്പുറം വിധി എഴുതും. അനുകൂലമായി പറയുമ്പോൾ നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കാൻ പോവുകയാണ് ഞാൻ അങ്ങ് ജയിക്കുമെന്ന് ജയിക്കില്ലെന്നപ്പോൾ ഉറപ്പിച്ചിട്ടാണ് അവർ എന്നല്ല പറയണത്. ഞാൻ ജയിക്കുന്നതിലേക്കുള്ള ഓട്ടത്തിലാണ്. 5% കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഇവൻ മണ്ടനാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണെന്ന് പറയും. എനിക്കും തോന്നും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. ആ പോക്കിലാണ്. കാരണം നമുക്ക് ഗ്രാഫ് കയറിയല്ലേ, 22 25 കഴിയും, ചിലപ്പോൾ 30 വരെ എത്തിക്കൂടാന്ന് പറയാക്കത്തില്ല. കാര്യം ഇവിടെ അല്ലേ എല്ലാവരും ഉണ്ടല്ലേ, വിശേഷം വിമൻ, ദേ ആർ വെരി ഹാപ്പി. വിമൻ ആർ ഹാപ്പി. 5 ലക്ഷം പേരുണ്ട് സ്ത്രീ വോട്ട് കാര്യമായി പിടിക്കും എന്നൊക്കെയാണ് ഞാൻ പറയണത്. നിങ്ങൾ എന്നെ കൊണ്ട് വേണ്ടാത്തൊന്നും പറയിക്കണ്ട. എന്നാലും BJP വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ്, 25%-ലധികം വർധനവ് ഉണ്ടാക്കുമെന്നാണ് ഇപ്പോഴും ഈ അവസാന നിമിഷം NDA സ്ഥാനാർത്ഥി M. അബ്ദുസലാം റിപ്പോർട്ടറോട് പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുപോനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.